ഹലോ, സുഖാണോ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ടുള്ളത് ബ്ലീച്ച് എങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബ്ലീച്ച് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലീച്ചാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതുപോലത്തെ കിറ്റൊക്കെ വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് VLCCയുടെ ഒരു കിറ്റാണ്, ഫേഷ്യൽ കിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ. VLCC, ബയോട്ടിക്, ഷെഹനാസ് ഹുസൈൻ്റെ, പിന്നെ ലോട്ടസിൻ്റെ, അങ്ങനെ കുറച്ച് അറിയപ്പെടാവുന്ന നല്ല ബ്രാൻഡ്സിൻ്റെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക. വളരെ വില കുറഞ്ഞതും കെമിക്കൽസ് കൂടുതലായിട്ടുള്ള ബ്രാൻഡ്സ് ഒന്നും നിങ്ങൾ വാങ്ങി ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ സ്കിന്നിന് അത് ഹാർഷായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇതുപോലത്തെ നല്ല ബ്രാൻഡ്സൊക്കെ വാങ്ങിക്കുക. അധികം റേറ്റൊന്നും ഇല്ല. ഞാൻ എന്തായാലും ലിങ്ക് താഴെ ഇടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. VLCCയുടെ ആയുർവേദിക് പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കയ്യിൽ കിട്ടുക ഇതുപോലത്തെ ഒരു ജെൽ ക്രീമാണ്. ഉള്ള ട്യൂബുകളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ട്യൂബ് ഇതായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ കുട്ടി കുട്ടി ട്യൂബാണ്. നല്ല രസമായിട്ട് ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് ഓരോ സ്റ്റെപ്പായിട്ട്. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തെറ്റാതെ യൂസ് ചെയ്യാം. ഫേഷ്യൽ ഇതുവരെ ചെയ്യാത്തവർക്കും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിലത്തെ ഒന്നാമത്തെ ട്യൂബ് എടുക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് എഴുതിയിട്ടുള്ള ട്യൂബ് എടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫേഷ്യൽ ചെയ്യണേക്കാൾ മുമ്പ് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് പൗഡറോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസും കഴുത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇനി ബ്ലീച്ച് കഴിഞ്ഞിട്ട് ഉടനെയാണ് നിങ്ങൾ ഫേഷ്യൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് മുഖം ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ചെയ്യാം. ഇതൊരു ക്രീമി ടൈപ്പാണ്, പക്ഷെ തിക്കല്ല, ഒരു ലോഷൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് കാണാനായിട്ട്. പിന്നെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസർ കം ടോണറാണ്. ഫേസിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ടോൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ കുറച്ച് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. അത് മുഖത്തൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ കൊണ്ടോ നമ്മളിങ്ങനെ തുടച്ചെടുത്താൽ മതി. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫേഷ്യൽ തുടങ്ങണേക്കാൾ മുമ്പ് ഒരു ചെറിയ കോട്ടൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ കർച്ചീഫൊക്കെ ഒരു ബൗളിൽ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതുപോലെ തുടച്ചെടുത്താൽ മതി. അതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. നമ്മളുടെ സ്കിന്നിപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് പോസൊക്കെ ഓപ്പൺ ആയിരിക്കുന്ന ടൈമാണ്. ഫേഷ്യൽ ചെയ്യാനായിട്ട് നമ്മളെ സ്കിന്നിനെ ഇപ്പോൾ നമ്മൾ റെഡിയാക്കി. നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബിങ് ആണ്. അപ്പോൾ ഇതാ സ്ക്രബിങ്ങിൻ്റെ ട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ജെൽ ടൈപ്പ് സ്ക്രബിങ് ക്രീമാണ് ഉണ്ടായിരുന്നത്. പിന്നെ സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ചെറിയ ചെറിയ ഗ്രാനുവൽസ് ഉണ്ടായിരുന്നു കേട്ടോ, പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. സ്ക്രബിങ് ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് മുഖം നന്നായിട്ട് ആവി പിടിക്കണം. ഞാനിപ്പോൾ സ്റ്റീമർ വെച്ചിട്ടാണ് വെള്ളം ചൂടാക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്റ്റീമറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ ആവി പിടിക്കാറില്ലേ, അതേ സെയിം മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ആവി പിടിക്കാം. ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളുടെ ഫേസ് ഒന്ന് അതിലേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ആവി പിടിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഒരു കോട്ടൻ്റെ തുണി നല്ല തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ തുണി മുഖത്ത് പ്രസ് ചെയ്തിട്ട് ആവി പിടിക്കാം. അപ്പോൾ സ്റ്റീമർ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ മുഖം നന്നായിട്ട് ആവി പിടിക്കണം. ആവി പിടിക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യണത്. ആവി പിടിക്കുമ്പോൾ നമ്മളുടെ മുഖം കുറച്ചും കൂടി അങ്ങോട്ട് നല്ല സോഫ്റ്റ് ആവുകയും പിന്നെ ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് കുറച്ചിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആവി പിടിക്കാൻ പറയണത്. അതിനുശേഷം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇതുപോലത്തെ ഒരു ടൂള് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മിക്ക ലേഡീസ് ഫാൻസി ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതാ 2 അറ്റത്തും 2 ടൈപ്പ് സംഭവമാണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. പാർലറിൽ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ കുത്തി കുത്തി എടുക്കില്ലേ, ആ സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് മൂക്കിൻ്റെ ഭാഗവും പിന്നെ കവിളിൻ്റെ ഭാഗത്തൊക്കെ അങ്ങനെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഈ ചുണ്ടിൻ്റെ താഴത്തെ ഭാഗം
അതുപോലെ നെറ്റിയുടെ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ പിമ്പിൾസ് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ചെറിയൊരു ആണി പോലെയൊക്കെ നിൽക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് കളയാം കേട്ടോ. എന്ന് വെച്ചിട്ട് പിമ്പിൾ നമ്മൾ ഒരിക്കലും ഇത് വെച്ചിട്ട് പൊട്ടിക്കാനൊന്നും പാടില്ല. നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുന്ന ഒരു ചെറിയൊരു മുള്ളു പോലെ നിൽക്കുന്നുണ്ടാവില്ലേ പിമ്പിൾ ഉണങ്ങി കഴിഞ്ഞിട്ട്, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമ്മൾ കളഞ്ഞു. ഇനി ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ഫേഷ്യലിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബിങ് ക്രീം ഇല്ലേ, സ്ക്രബിങ് ക്രീം എടുത്തിട്ട് മുഖത്തൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ജെൻറ്റിലായിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ. മുഖത്ത് നന്നായിട്ട് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോയിക്കോട്ടെ, നല്ലൊരു ക്ലീൻ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അമർത്തിയൊക്കെ സ്ക്രബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളുടെ സ്കിന്ന് ഡാമേജ് ആവും, ചെറിയ രീതിയിൽ വരകളും പാടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ജെൻറ്റിലായിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാൻ. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ അടുത്തൊരു ബൗളിൽ കുറച്ച് വെള്ളം വെക്കുക. സ്ക്രബിങ് ആണെങ്കിലും മസാജ് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ കൈ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈ ആവണമെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ആ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് എഗെയിൻ നമ്മൾ സ്ക്രബിങ്ങോ മസാജിങ്ങോ ചെയ്യുക. ഇപ്പോൾ എൻ്റെ മുഖത്ത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ക്രീം ഇങ്ങനെ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് നമ്മളുടെ കൈയും ഡ്രൈ ആവും. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്യാം. അതുപോലെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും മുഖം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നനഞ്ഞ ഒരു ചെറിയ ക്ലോത്തിൻ്റെ പീസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ജസ്റ്റ് തുടച്ചെടുത്താൽ മതി. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും പോയി മുഖം കഴുകി കഴിഞ്ഞാൽ നമുക്ക് ഒരു മടുപ്പ് തോന്നും. എല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രം ഫേഷ്യൽ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു ജെൽ ടൈപ്പ് ഗോൾഡ് ക്രീമാണ്. അപ്പോൾ ഇത് മുഖത്തിട്ടിട്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യണം. നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പുറത്ത് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു മസാജ് നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. താഴേന്ന് മേലത്തെ ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാൻ. കഴുത്തിൽ നിന്ന് തുടങ്ങിയിട്ട് മേലെ വരെ നന്നായിട്ട് മസാജ് ചെയ്യുക. ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നമ്മളുടെ പോഴ്സൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും ആ ക്രീം നമ്മളുടെ സ്കിന്നിലേക്ക് ആഴ്ന്നിറങ്ങാനും ഒക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്യുക. കൈയൊന്ന് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുത്തതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി പാർലറിൽ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു മസാജ് എന്ന് പറയുന്നത് നല്ലൊരു റിലാക്സേഷനാണ്. വേറൊരാൾ നമ്മളുടെ മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലായിരിക്കും. ആ ഒരു ഇതൊന്നും നമുക്ക് നമ്മൾ തന്നെ ഫേഷ്യൽ ചെയ്യുമ്പോൾ കിട്ടില്ല കേട്ടോ. എന്നാലും ഈ ഒരു സെയിം പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് അവർ നമുക്ക് ചെയ്തു തരുന്നത്. നമ്മൾ ഒറ്റ ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചിട്ട് 3-4 വട്ടം ആ ഒരു ഫേഷ്യൽ കിറ്റ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്യും. പുറത്ത് പോകുമ്പോൾ നല്ലൊരു പൈസ മുടക്കിയിട്ട് ഒറ്റൊരു സിറ്റിങ്ങിന് തന്നെ നല്ലൊരു പൈസ മുടക്കിയിട്ട് പാർലറുകാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിറ്റ് വാങ്ങിയിട്ട് 3-4 പേർക്കൊക്കെയാണ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവർ തരുന്ന ആ ഒരു സർവീസിനാണ് അവർ ചാർജ് ചെയ്യണത്. പിന്നെ മസാജിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് വേറൊരാൾ മസാജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് തന്നെയാണ് അല്ലേ. എന്നാലും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മസാജ് ചെയ്യാം. കഴുത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഓരോ ഭാഗവും ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ മസാജ് ചെയ്യാം. പിന്നെ മസാജിങ് നമ്മൾ മാസത്തിലൊരിക്കലല്ല കേട്ടോ, ഡെയിലി ചെയ്യണം. ഫേഷ്യൽ നമുക്ക് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യാം. അല്ലാതെ നമുക്ക് ഓയിലൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന മസാജ് ഡെയിലി ചെയ്യാം. നമ്മളുടെ മുഖം വലിഞ്ഞു തൂങ്ങുക, മുഖത്ത് ചുളിവുകളൊക്കെ വരാതിരിക്കാൻ, ഒരുമാതിരിപ്പെട്ട സ്കിൻ സാഗിങ്ങും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ മസാജിങ്ങിലൂടെ സാധിക്കും. അപ്പോൾ ഡെയിലി ഓയിൽ വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ മേലെ ഒരു ഐ ബട്ടൺ വരുന്നില്ല, അത് ക്ലിക്ക് ചെയ്താൽ കാണാം. ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൈയൊന്ന് നനച്ച് കൊടുത്തിട്ട് നമ്മളുടെ മുഖത്തുള്ള ക്രീം ഫുള്ളായിട്ട് സ്കിന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വരെ, അതായത് നമ്മുടെ കൈ ക്ലിയർ ആവുന്ന വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക.
അടുത്ത സ്റ്റെപ്പ് മസാജിങ് തന്നെയാണ്. അപ്പോൾ ഇത്ര നേരം നമ്മളൊരു ജെൽ വെച്ചിട്ടല്ലേ മസാജ് ചെയ്തത്. അടുത്തതായിട്ടൊരു ക്രീം വെച്ചിട്ടാണ് മസാജ് ചെയ്യണത്. ഗോൾഡ് ക്രീമാണ്. ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു വൈറ്റ് കളർ ക്രീമാണ്. അപ്പോൾ അതും മുഖത്ത് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫിംഗർ ടിപ്സ് കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ഗോൾഡ് ഫേഷ്യലൊക്കെ പുറത്ത് പോയി ചെയ്യുകയാണെങ്കിൽ എത്രയും റേറ്റ് എന്ന് എല്ലാവർക്കും അറിയാമല്ലേ. ഞാൻ ചെയ്യുന്ന ടൈമൊക്കെ ആണെങ്കിൽ ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ലാസ്റ്റായിട്ട് ഫേഷ്യൽ ചെയ്തത് പാർലറിൽ പോയിട്ട്. അന്ന് ഗോൾഡ് ഫേഷ്യലിന് അവർ 1400 രൂപയാണ് പറഞ്ഞത്. ഓരോ പാർലർ അനുസരിച്ചിട്ട് റേറ്റ് കൂടും. ഹൈടെക് പാർലറൊക്കെ ആണെങ്കിൽ ഒരു 2000 ഒക്കെ വരുന്നുണ്ട്. ഈ മസാജിൻ്റെ സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മളുടെ മുഖത്തിന് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് സപ്പിളായിട്ടിരിക്കുന്നുണ്ടാവും. തൊടുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി മുഖമൊക്കെ നല്ല എന്താ പറയുക, നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുണ്ട്. എനിക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് സ്കിന്ന്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്തതൊരു പീൽ ഓഫ് മാസ്ക് ആണ്. എനിക്ക് ഈ ഫേഷ്യലിലെ ഇഷ്ടപ്പെടാത്തൊരു സ്റ്റെപ്പാണ് കേട്ടോ. കാരണം എനിക്ക് മടിയാണ് ഈ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇടാൻ. നമ്മളത് ഇടണം, പിന്നെ ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യണം, പിന്നെ അത് പീൽ ചെയ്ത് കളയലൊരു 1.5 പണിയാണ്. അപ്പോൾ എനിക്ക് ഈ പീൽ ഓഫ് മാസ്ക് ഒക്കെ അങ്ങനെ പേഴ്സണലി ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു സ്റ്റെപ്പ് ഇഷ്ടമാവാത്തത്. അപ്പോൾ നമ്മളെ മുഖത്ത് ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോവാനും പിന്നെ കുറച്ചും കൂടിയും നമ്മളുടെ സ്കിന്നിൻ്റെ ആ പുറത്തെ ലെയറൊന്ന് കളയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു മാസ്കാണ്. ഒരു ഗോൾഡൻ കളറിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അത് മുഖത്ത് ഈവണായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്കത് കളയാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ പീൽ ഓഫ് മാസ്ക് കളയാനായിട്ട് ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ. ചിലവരിങ്ങനെ കളയുമ്പോൾ തന്നെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ടിക്ടോക്കിലാണെങ്കിലും പീൽ ഓഫ് മാസ്ക് കളയുമ്പോൾ നല്ലൊരു ലെയറായിട്ട് ഫുൾ ലെയറായിട്ട് പറിച്ചെടുക്കുന്നത് മുഖത്തുനിന്ന്. പക്ഷേ എനിക്ക് പറ്റാറില്ല കേട്ടോ. ഞാനിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ പൊട്ടി പൊളിഞ്ഞൊക്കെ വരാറുണ്ട്. എന്നാലും മുഖത്തെ ആ കുട്ടി കുട്ടി രോമങ്ങളൊക്കെ പോകാൻ അടിപൊളിയാണ്. ഇങ്ങനത്തെ പീൽ ഓഫ് മാസ്ക് ഒക്കെ മുഖത്തുനിന്ന് കളയുമ്പോഴേ നമ്മളുടെ രോമത്തിൻ്റെ വളർച്ചയുടെ ഡയറക്ഷൻ എങ്ങനെയാണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് വേണം നമ്മളിത് പറിച്ചെടുക്കാൻ. അപ്പോൾ കവിളുമ്പലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേലേന്ന് താഴത്തെ ഡയറക്ഷനിലേക്കാണ് രോമം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴേന്ന് മേലത്തെ ഡയറക്ഷനിൽ വേണം പീൽ ചെയ്ത് കളയാൻ. അപ്പോൾ നമ്മളുടെ ഫേഷ്യൽ കഴിഞ്ഞു കേട്ടോ. ഇനി അവസാനം ഒരു 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ജെൽ അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ മോയ്സ്ചറൈസിങ് ജെല്ല് കണ്ടില്ല, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ജെല്ലാണ്, ഗോൾഡ് ജെല്ലാണ്. അപ്പോൾ മുഖത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക, നമ്മളുടെ പോഴ്സൊക്കെ ഒന്ന് ക്ലോസ് ആവാൻ. കാരണം ഫേഷ്യൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പോഴ്സൊക്കെ നല്ല ഓപ്പണായി നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന ടൈമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസറൊക്കെ മുഖത്തിട്ട് മുഖത്തും കഴുത്തിലേക്കിട്ട് ഒന്ന് മസാജ് ചെയ്യുക. ഫേഷ്യൽ ഇതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ പാർലർ ലൈക്ക് ഫേഷ്യലാണ് നമ്മൾ ചെയ്തത്. സെയിം എഫക്റ്റ് തന്നെയാണ്, സെയിം റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് കിറ്റ് വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗോൾഡ് ഫേഷ്യൽ കിറ്റ്, Vlccയുടെ ഗോൾഡ് ഫേഷ്യൽ കിറ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സ്പോൺസേഡ് വീഡിയോ ഒന്നല്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ മാസത്തിലൊരിക്കൽ ചെയ്യുന്ന ഒരു ഫേഷ്യൽ നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നു മാത്രം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാരാണെങ്കിൽ ഒട്ടും മടി വിചാരിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാനും മടി വിചാരിക്കേണ്ട, എന്നൊരു ഫ്രണ്ടായിട്ട് കാണാം. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ടിപ്സ്, ഹോൾ വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗൊക്കെ ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരാം. അതുവരേക്കും ബൈ ബൈ.